റാന്നിയിൽ ഇത്തവണ ഇടതു വലതു മുന്നണികൾക്കൊപ്പം എൻ.ഡി.എയുടെ 2020 സ്ഥാനാർത്ഥി കൂടി രംഗത്തെത്തിയതോടെ മത്സരം കടുത്തതാണ്. എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി തോമസ് കെ സാമുവലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ മത്സരം ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് അടുത്തു. എങ്ങനെയുണ്ട് മത്സരം? അവസാന ലാപ്പിലേക്ക് അടുത്തു വരുന്നു. വളരെ നല്ലൊരു പ്രതികരണമാണ് റാന്നിക്കാരനായ എനിക്ക് റാന്നിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ റാന്നിക്കാരോട് എന്താണ് പറയാനുള്ളത്? റാന്നിക്കാരോട് എനിക്ക് പറയുവാനുള്ളതിലുപരി റാന്നിക്കാരനോട് ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. റാന്നിക്കാരെന്നുള്ള ഒരു രീതിയിൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ പ്രധാന പ്രശ്നം, നമ്മുടെ റാന്നി നിയോജക മണ്ഡലത്തിൽ 12 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിൽ പോലും അടിസ്ഥാന വികസന സൗകര്യം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. റാന്നി വികസന മുരടിപ്പിന്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു. യാതൊരുവിധ അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ കുടിവെള്ളം ഉൾപ്പെടെ, റോഡുകൾ ഉൾപ്പെടെ, പാർപ്പിടങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് വേണ്ടിയ ഒരു നന്മകളും ഇവിടെ ഭരിച്ച സർക്കാരിനോ ഭരണകർത്താക്കൾക്കോ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. റാന്നിയിലെ വികസന മുരടിപ്പും അതുപോലെ മറ്റ് കേരളത്തിൽ നിലനിൽക്കുന്ന വിവാദ വിഷയങ്ങൾ, ശബരിമല ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ ശബരിമല ഉൾപ്പെടെ ഈ മത്സര രംഗത്തുണ്ട്. അതെ, ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം റാന്നി നിയോജക മണ്ഡലമായതുകൊണ്ട് ശബരിമലയിൽ ഇവരെ കാണിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഏവർക്കും അറിയാമല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുവാൻ വേണ്ടി ഈ ഭരിച്ചിരിക്കുന്ന ഈ പാർട്ടിയും അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ തന്നെ മുന്നണിയായ കോൺഗ്രസ്സുകാരും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ പ്രധാന വിഷയം ശബരിമലയിൽ സ്വർണം കളവ് ചെയ്യപ്പെട്ടവരെ ആ കട്ട മുതൽ വിൽക്കുവാൻ കൂട്ടുനിന്നവരെയും കൽത്തുറങ്കിൽ അടയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചാരണ വിഷയവും. റാന്നിയിലെ മറ്റു 2 സ്ഥാനാർത്ഥികളും ഈ നാട്ടുകാരല്ല എന്നാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ അതുപോലെ എന്നാൽ ഈ റാന്നിക്കാരനായ ആൾക്ക് റാന്നിക്ക് പ്രത്യേക ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും 100% എനിക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്ന പോലെ 100% ആത്മവിശ്വാസമുണ്ട്. മറ്റ് 2 സ്ഥാനാർത്ഥികളും റാന്നിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരാണ്. ഒരു സ്ഥാനാർത്ഥി ഇവിടെ കഴിഞ്ഞ ടേണിൽ MLA ആയിരുന്നു. എന്നിരുന്നാൽ പോലും റാന്നിയിൽ ഒരു വികസനങ്ങളും കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. റാന്നിയെ സംബന്ധിച്ച് ഇതൊരു ഗ്രാമീണ പ്രദേശമാണ്. ഒരു കർഷകർ ഇണങ്ങിയ ഒരു കാർഷിക മേഖലയാണ് റാന്നി. സാധാരണക്കാരും പാവം പിടിച്ചവരും കൂടുതൽ താമസിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ടും ഈ മേഖലകളിൽ യാതൊരു സൗകര്യവും വികസനങ്ങളും മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഒരു സംവിധാനം, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് യുവാക്കൾ റാന്നിയിലെ ഒരു 60-70% യുവാക്കളും നമ്മുടെ നാട് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. ഒട്ടുമിക്ക വീടുകളും അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങളിപ്പോൾ പ്രചാരണം നടത്തുമ്പോൾ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ ഗത്യന്തരമില്ലാതെ നാട്ടിലെ വീടുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. യാതൊരു രീതിയിലുള്ള കൃഷികൾ ചെയ്യുവാനും അതുപോലെ തന്നെ തെരുവുനായ ശല്യം, വന്യജീവി ശല്യം, അത് നമുക്ക് പറഞ്ഞു തീരാത്ത രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് റാന്നി. റാന്നിയുടെ സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയും അടിസ്ഥാന സൗകര്യങ്ങൾ തൊട്ട് അന്തർദേശീയ നിലവാരത്തിൽ വരെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യവും ഇനിയും ഇവിടെ കടന്നു വരുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പൊ കച്ചകെട്ടി നടക്കുന്ന പുറത്തുനിന്ന് വന്ന കോൺഗ്രസിന്റെ ആയാലും ഇടതുപക്ഷത്തിന്റെ ആയാലും സാധാരണ ഒരു MLA കൊണ്ട് ഒരിക്കലും റാന്നിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയില്ലെന്ന് ഇവിടുത്തെ ജനം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടുത്തെ NDA മുന്നണി നേതൃത്വം കൊടുക്കുന്ന 2020 സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാടിനെ അറിയാവുന്നതുകൊണ്ട്, നാട്ടുകാരെ അറിയാവുന്നതുകൊണ്ട്, നാടിന്റെ സ്പന്ദനം അറിയാവുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ നാടിന് ഒരു വികസനം ഉണ്ടാകും എന്നുള്ളത് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? പ്രചാരണം നല്ല ചൂടിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൻപിച്ച സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 2020 വികസനം ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. NDAയുടെ വികസനം ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വലിയൊരു മാറ്റമാണ്. അവരുടെ ചിലരിപ്പോൾ ഇന്നൊരു മാതാവ്, ഒരു രമണിയമ്മ എന്നോട് റാന്നി വെച്ച് പറഞ്ഞ, മോനെ ഞങ്ങൾ ഇവരെ എല്ലാം പരീക്ഷിച്ച് നാട് മുടിഞ്ഞു, ഇനിയിപ്പോൾ എന്തുവായാലും ഇത്രയും, അപ്പം ഒരു അവസരം ജനങ്ങളെല്ലാം നമുക്ക് തരാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പം ജനങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. അവരുടെ നാട്ടിലുള്ള, നാടിനെ അറിയാവുന്ന ഒരാൾ വരണം എന്നുള്ള വലിയ ഒരു തീരുമാനം ജനങ്ങൾ എടുത്തിരിക്കുകയാണ്. അതാണ് ഏറ്റവും ആവേശം നൽകുന്ന ഒരു വിഷയം നമുക്കുള്ളത്. അതുതന്നെയാണ് വികസന വിഷയങ്ങളും അതോടൊപ്പം കർഷകരുടെ കാർഷിക പ്രശ്നങ്ങൾ, അതുപോലെ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് NDA സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ രതീഷ് മടമ്പിശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.